അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മളിൽ പല ആളുകളും തസ്ബീഹ് മാല ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തസ്ബീഹ് ചെല്ലുന്ന ചില മിഷ്യനുകൾ, കാൽക്കുലേറ്റർ പോലെയുള്ള ചില ഓരോ നെക്കിനനുസരിച്ച് എണ്ണം മാറി വരുന്ന ചില മിഷ്യനുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇതുപോലെ തസ്ബീഹ് മാലകളും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് എണ്ണം പിടിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യലാണ് നല്ലത്. ഇപ്പോൾ തസ്ബീഹ് മാല ഉപയോഗിച്ചത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി എന്നുള്ളതൊരു ബിദ്അത്ത് എന്ന രീതിയിലേക്ക് മാറുന്നത് പ്രവാചക മാതൃകയുണ്ട്, പ്രത്യേകമായി പ്രതിഫലമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ബിദ്അത്താവും. എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ബിദ്അത്ത് ഹറാം എന്നൊരു വിധി ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രവാചകൻ തസ്ബീഹ് ചൊല്ലിയത് എങ്ങനെയായിരുന്നു? അത്താ ഇബ്നു സാഇബ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദു തസ്ബീഹ ബിയദിഹി. പ്രവാചകൻ കൈകൊണ്ടാണ് തസ്ബീഹ് ചൊല്ലിയത്. പ്രവാചകൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ തുടങ്ങി തസ്ബീഹുകളും ദിക്റുകളും കൈകൊണ്ടാണ്, ബിയദിഹി കൈകൊണ്ടാണ് എണ്ണിയത്. അതേപോലെ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറുകളാണെങ്കിലും അതേപോലെ തന്നെ തഹ്ലീലുകളാണെങ്കിലും ഇതൊക്കെ അഥവാ തസ്ബീഹുകളും ദിക്റുകളും തക്ബീറുകളും തഹ്ലീലുകളും എല്ലാം വയഅഖദിന ബിൽ അനാമിൽ കൈകൊണ്ട് വിരലുകൾ കൊണ്ട് എണ്ണി എന്ന് കാണാൻ കഴിയും. ആ ഹദീസിൽ തന്നെയുണ്ട് ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്തുൻ. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാരണം കൈവിരലുകൾ ചോദ്യം ചെയ്യപ്പെടും, അതേപോലെ തന്നെ കൈവിരൽ കൊണ്ട് സംസാരിപ്പിക്കപ്പെടും. ഇത് ഖുർആൻ തന്നെയുണ്ട്, കൈകാലുകൾ സംസാരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തസ്ബീഹ് മാലകളും തസ്ബീഹ് മിഷ്യനുകളൊക്കെ മാറ്റിവെച്ച് കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹി, അങ്ങനെ എത്രയോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അങ്ങനെ എത്രയോ ദിക്ർ ദുആകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതൊക്കെ കൈകൊണ്ട് ശീലിക്കുക. പ്രത്യേകിച്ച് നമസ്കാര ശേഷങ്ങളൊക്കെ കൈകൊണ്ട് എണ്ണുക, അങ്ങനെ ശീലിക്കുക. അതാണ് പ്രവാചക ചര്യ എന്ന് പറയുന്നത്. അതാണ് സുന്നത്തിനോട് യോജിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കൈവിരലുകൾ കൊണ്ട് ഇങ്ങനെ എണ്ണിയാൽ, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ എണ്ണിയാൽ 35 തവണ നമുക്ക് എണ്ണം തെറ്റാതെ പിടിക്കാൻ പറ്റും. അപ്പോൾ കൈവിരലുകൾ കൊണ്ട് എണ്ണി ശീലിക്കുക, അതാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.